മനുഷ്യൻ്റെ ആയുസ് ക്ഷണികമാണ്. വചനം പറയുന്നു, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80. ദൈവവചനത്തിൽ ഏറ്റവും കൂടുതൽ ആയുഷ്കാലം ജീവിച്ചിരുന്ന മനുഷ്യനാണ് മെതുശലേ, 969 സംവത്സരം. എന്നാൽ കാലം മുന്നേറും തോറും ആയുസ്സും കുറഞ്ഞു വന്നു. കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരേ ഒരു കാരണം, പാപം പെരുത്ത് മരണത്തെ പ്രസവിച്ചു. ആ മരണം മനുഷ്യൻ്റെ ആയുസ്സിനെ കുറച്ചു കളഞ്ഞു. 1000 സംവത്സരം എന്നുള്ളത് ചുരുങ്ങി. മോശയുടെ കാലം എത്തുമ്പോൾ മോശ പറയുന്നു 70, ഏറെയായാൽ 80. എന്നാൽ ഇന്നുള്ള കാലത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണക്കനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത് 50, ഏറെയായാൽ 60. അത്രത്തോളം പാപം പെരുകി അത് മുഴുത്ത് മരണത്തെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആയുഷ്കാലത്തിന്റെ കണക്ക് ഒന്നെടുത്തു നോക്കിയാൽ ഇങ്ങനെ പറയുവാൻ പറ്റും. എന്റെ പ്രിയരെ, ഈ ഭൂമിയിലെ ആയുസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ആയുസാണ്. ഞാൻ വേണേൽ നമ്മൾ എത്ര ദിവസം ജീവിക്കുമെന്നുള്ളത് പറയാം. ഒരാൾ 90 വയസ്സ് വരെ ജീവിക്കുമെന്ന് നിങ്ങൾ കരുതിക്കോ. 90 വയസ്സ് വരെ. ഒരു വർഷത്തിന് എത്ര ദിവസമുണ്ട്? 365. അപ്പൊ 365 ദിവസങ്ങളുള്ള 90 വർഷം. അപ്പൊ നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കോ. 365 ഗുണം 90 സമം 32,850 ദിവസം. നമ്മളിവിടെ 6 പാക്ക് മസിലും കൊണ്ടൊക്കെ നടന്നാലും 32,850 ദിവസമേ ജീവിക്കത്തുള്ളൂ. ഈ CFL ഇതിന്റെ കമ്പനിക്കാരൻ 1500 മണിക്കൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1500 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഫീസായി പോകും. ഇതുപോലെയാണ് നമ്മളും മാക്സിമം ജീവിച്ചാൽ 32,850 ദിവസം. റിട്ടയർമെന്റ് എടുത്ത് സ്വന്തം പിതാവിനോടൊപ്പം സമയങ്ങൾ ചെലവഴിപ്പാൻ ആഗ്രഹിച്ചവൻ എന്നാൽ പാതി വഴിയിൽ ജീവിതം ഉപേക്ഷിക്കേണ്ടി വന്നു. വചനം പറയുന്നു, ന്യായപ്രമാണം ഒന്നിനും പൂർത്തി വരുത്തുന്നില്ല, എന്നാൽ ക്രിസ്തുയേശുവിൽ സകലത്തിനും പൂർത്തീകരണമുണ്ട്. അതെ, കർത്താവ് യേശു ക്രിസ്തു വിശ്വാസത്തിന്റെ നായകനും സകലത്തിനും പൂർത്തി വരുത്തുന്ന കർത്താവും അത്രേ. അതെ, ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തി പാതി വഴിയിൽ ജീവിതം ഉപേക്ഷിക്കേണ്ടി വരികയില്ല. മക്കളെ കണ്ട്, കൊച്ചുമക്കളെ കണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. മതി യഹോവേ, തൃപ്തികരമായ ഒരു ജീവിതം ഞാൻ ജീവിച്ചു, ഇനിയും ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരത്തിൽ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ അന്ത്യത്തിൽ എത്തിച്ചേരുന്ന അനേകരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, കന്നിട്ടയ്ക്ക് തരിക തരിക എന്ന് പറയുന്ന 2 പുത്രിമാരുണ്ട്. ഒരിക്കലും തൃപ്തി വരാത്ത 3 ഉണ്ട്. മതി എന്ന് പറയാത്തത് 4 ഉണ്ട്. പാതാളവും വന്ധ്യയുടെ ഗർഭപാത്രവും, വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയും, മതി വരാത്ത തീയും തന്നെ. അതെ, മരണം ഒരിക്കലും പറയുന്നില്ല എനിക്ക് മതിയായി എന്ന്. പാതാളം ഒരിക്കലും പറയുന്നില്ല എനിക്ക് തൃപ്തിയായി എന്ന്. ആരെ വിഴുങ്ങണമെന്ന് വെച്ച് ചുറ്റി അലറി നടക്കുന്ന സിംഹം പോലെ പിശാച് ജനത്തെ തിരഞ്ഞു നടക്കുന്നു, ജീവനെ കൊതിച്ച് നടക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ ജീവനെ നമുക്ക് എങ്ങനെ സൂക്ഷിക്കുവാൻ പറ്റും? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവനെ എങ്ങനെ നമുക്ക് സൂക്ഷിക്കുവാൻ പറ്റും? ഒരേ ഒരു വഴി മാത്രം, കർത്താവ് യേശു ക്രിസ്തുവിൽ നമ്മുടെ ജീവനെ സമർപ്പിക്കുക, നമ്മുടെ വഴികളെ ദൈവത്തിന് സമർപ്പിക്കുക. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി രാവിലെ തുടങ്ങി രാത്രി വരെ നമ്മുടെ മേലുണ്ടായിരിക്കും. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലിരിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം നമുക്ക് തന്ന ഉറപ്പാകുന്നു. അതേ, ക്രിസ്തുവിൽ നമ്മുടെ ജീവൻ മറഞ്ഞിരിക്കുന്നു. ഈ ക്രിസ്തുവിനെ അറിയുക, ഈ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുക. നമുക്ക് ഈ ഭൂമിയിൽ ഒരു രക്ഷയുണ്ടാകും നിശ്ചയം. മച്ച് ലവ്, ഗോഡ് ബ്ലെസ് യു ആൻഡ് കീപ് യു ഓൾ. നമുക്കെല്ലാവർക്കും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ പലതും ഉത്തരം കിട്ടാത്തതാണ്. നമ്മുടെ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളതാണ്. മറ്റൊന്ന്, എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. വേറൊന്ന്, എൻ്റെ തലവര എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. ഞാൻ എന്തു പാപമാ ചെയ്തത്. ഈ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് ഒരു മോചനമില്ലേ? ഇങ്ങനെ പോകുന്ന ചോദ്യങ്ങൾ. എന്താണ് ഇതിൻ്റെ ഉത്തരം? ദൈവവചനം എനിക്ക് തന്ന വെളിപ്പാടിൽ നിന്ന് ഞാൻ പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളെയും ഏത് തലവരകളെയും വിധികളെയും തിരുത്താൻ കഴിയുന്ന ഇടം ദൈവസാന്നിധ്യമാണ്. ആ ദൈവസാന്നിധ്യത്തിനകത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ പരിഹരിക്കപ്പെടാത്തതായി ഒന്നുമില്ല. ഭോഷനായവനെയും ജ്ഞാനിയാക്കുന്ന ഇടമാണ് ദൈവസാന്നിധ്യം. അതുകൊണ്ടാണ് വായിക്കുന്നത്, യഹോവ ഭക്തി
ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്നവന് നല്ല ബുദ്ധിയുണ്ട്. ഞാനത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പാട്ടുണ്ട്. അറിവുകേടുകൾ അധികമുണ്ടെന്നിൽ, അറിഞ്ഞ് നീ നിന്നരികിൽ എന്നെ ചേർത്ത് നിർത്തണേ. നമുക്കുള്ളതൊക്കെ അറിവുകേടുകളും അപ്രാപ്തികളും അതുപോലെയുള്ള സാഹചര്യങ്ങളുമാണ്. പക്ഷേ ദൈവസന്നിധിയിൽ നമ്മൾ ചെന്നാൽ കർത്താവ് നമ്മുടെ സാഹചര്യത്തെ അറിഞ്ഞ് നമ്മെ അവിടുത്തെ അടുക്കൽ ചേർത്ത് നിർത്തും. ഈ ഒരൊറ്റ കാര്യം മതി പ്രിയരെ, നമ്മുടെ ജീവിതം ചേഞ്ച് ആകാൻ, നമ്മുടെ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം വരാൻ. ഈ ഒറ്റ കാര്യം മതി. അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി എന്ന് പറയുന്നത് പോലെയാ. ദൈവസാന്നിധ്യത്തിന് ഉത്തരം തരാൻ കഴിയാത്ത ചോദ്യങ്ങളില്ല. ദൈവസാന്നിധ്യത്തിന് പരിഹരിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളില്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തിയിട്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വാ. ആ ചോദ്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അതിനോരോന്നിനും ഉത്തരങ്ങൾ ദൈവം തരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.